വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഈ സംഘടനയെക്കുറിച്ച് WCCയെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ ചരിത്രപരമായ ഒരു നീക്കത്തിന് മുൻകൈയെടുത്ത സംഘടന. എന്നാൽ ആ സംഘടനയിലെ തന്നെ സ്ഥാപക അംഗം, സ്ഥാപിത താല്പര്യമുള്ള ആ വനിതാ നേതാവ്, അവർ നടത്തിയ ഒരു നീക്കം, കൂടുതൽ അവസരം ലഭിച്ചപ്പോൾ കൂടെ നിന്നവരെ തന്നെ കാലുവാരിയ, ചതിച്ച, കുതുകാല് വെട്ടിയ ഒരു നീക്കം, അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ വനിതാ നേതാവ് ആരെന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ജനങ്ങൾക്കും വിലയിരുത്താവുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ കൂടിയായിട്ടുള്ള WCC ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. പ്രധാനമായും ഇതിന്റെ പൂർണ്ണ ക്രെഡിറ്റും നൽകേണ്ടത് അവർക്ക് തന്നെയാണ്. കാരണം അവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി രൂപം കൊണ്ടതുപോലും. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ചൂഷണങ്ങളും ഒക്കെ തന്നെ പഠിക്കാൻ നമ്മുടെ രാജ്യത്ത് ആദ്യമായി രൂപവൽക്കരിച്ച ഒരു കമ്മീഷൻ കൂടിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ സ്ഥാപക അംഗത്തിന് സ്ഥാപിത താല്പര്യമെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ കാര്യകാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. WCCയെ മൊത്തത്തിൽ ഏവരും അഭിനന്ദിക്കുമ്പോഴാണ് ഒരാളെ തന്നെ തിരഞ്ഞുകൊണ്ട്, ഒരാൾക്കെതിരെ തന്നെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രംഗത്ത് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ WCCക്കെതിരെ മൊഴി നൽകിയ ഒരു വ്യക്തി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് താൻ ഉൾപ്പെടെ രൂപീകരിച്ച സംഘടന, അവർ നിലകൊള്ളുന്ന ലക്ഷ്യം അത് തെറ്റാണെന്നും പിന്നാലെ അവസരം ലഭിച്ചപ്പോൾ ഇക്കാര്യത്തിൽ നിന്നും കൂറുമാറുന്ന ഒരു സാഹചര്യമാണ് അവർ കാട്ടിയെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ മലക്കം മറിച്ചിൽ അവർ നടത്തിയെന്നാണ് സമിതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകൾ സുരക്ഷിതരാണ് സിനിമാ മേഖലയിൽ എന്നാണ് ഈ നടി പറഞ്ഞത്. തന്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നും കണ്ടുപെട്ടിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആവർത്തിച്ച് അവരോട് ഇക്കാര്യം ചോദിച്ചിട്ടും സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടക്കുന്നതായി ഒരു അറിവും തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവർ മറുപടി പോലും നൽകിയത്. ഇങ്ങനെ ഒരു ചതി, ഒപ്പം നിന്നവരുടെ മുതുകത്ത് കുത്തുന്ന ഒരു പരിപാടി, അതൊരു പക്ഷേ മറ്റുള്ള നടിമാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിച്ചതിൽ ഒരാളായിട്ടുള്ള പ്രമുഖ നടി ഇങ്ങനെ മൊഴി മാറ്റി എന്ന് റിപ്പോർട്ടിൽ പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളതും. അതാരെന്നുള്ള അന്വേഷണം ഇവരും നടത്തുന്നത്. സിനിമയിൽ അവസരം നഷ്ടപ്പെടാതിരിക്കാനും പുരുഷന്മാർക്കെതിരെ മൊഴി നൽകാതിരിക്കാനും പ്രത്യേകമായി അവർ ശ്രദ്ധിച്ചുവെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനൊക്കെ തന്നെ തുടക്കമെന്ന് പറയുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം. ഇത് തന്നെയായിരുന്നു ഇതിന് ആധാരമായിട്ടുള്ളത്. അന്ന് നടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രമുഖ നടീനടന്മാരൊക്കെ തന്നെ ഒത്തുചേർന്നിരുന്നു. അന്നൊരു പൊതുവേദിയിൽ വെച്ച് നടിയെ ആക്രമിച്ചതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വാദം ആദ്യം ഉയർത്തിയത് നടി മഞ്ജു വാര്യരായിരുന്നു. ഈ പരാമർശമാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മ തന്നെ ഒത്തൊരുമിക്കണമെന്ന ഒരു ചിന്ത ഉടലെടുത്തത് പോലും.